നമസ്കാരം. ഞങ്ങളുടെ തുർക്കി യാത്രയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് പ്രിൻസസ് ഐലൻഡ്, തുർക്കിയിൽ തന്നെ ഉള്ള മർമര കടൽ, സീ ഓഫ് മർമര. തുർക്കിയെപ്പറ്റി അറിയാവുന്നവർക്കെല്ലാം അറിയാം സീ ഓഫ് മർമര. സീ ഓഫ് മർമരയിൽ ഉള്ള 9 ദ്വീപുകളുണ്ട്. 9 ദ്വീപുകളിൽ പ്രധാനപ്പെട്ട 1-2 ദ്വീപുകളിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അതിലാർ ഐലൻഡ് ഒന്ന്, പിന്നെ ബുയൂക്കട ഇസ്കേ എന്ന് പറയുന്ന ഐലൻഡ്, നിസാർ ഐലൻഡ്, അങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട ഐലൻഡുകളിലേക്കാണ് ഇന്ന് ഒട്ടുമിക്കം യാത്രകളൊക്കെ ബോട്ടിലാണ്. അപ്പോൾ ഞങ്ങളുള്ളത് യൂറോപ്യൻ സൈഡിലാണ്, ഇസ്താംബൂളിൽ. അവിടുന്ന് മെട്രോ വഴി ഇക്കരയ്ക്ക് ഏഷ്യൻ സൈഡിലേക്ക് വരണം, അവിടെയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ബയാസിത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ഞങ്ങൾ സിർക്കോസിയിലേക്കും, സിർക്കോസിയിൽ നിന്ന് ഞങ്ങൾ യെമിനോനു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും, അവിടുന്ന് മെട്രോയിൽ കയറി കടിക്കോയ് എന്ന് പറയുന്ന ഏഷ്യൻ സൈഡിലേക്ക്, കടലിനടിയിലൂടെയാണ് ഈ മെട്രോ പോകുന്നത്. അങ്ങനെ കടിക്കോയ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടുന്ന് ബസ് മാർഗം മാൾട്ടാപ്പേ അങ്ങനെയാണ് അതിൻ്റെ പേര്, എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടം വരെ ബസ്സിന് പോകണം. അവിടെയാണ് ഈ ബോട്ട് ജെട്ടികൾ, മാൾട്ടാപ്പേ എന്ന് പറയുന്ന സ്ഥലത്താണ് ബോട്ട് ജെട്ടികൾ. അവിടുന്ന് ആ ബോട്ടിന് വേണം ഞങ്ങൾക്ക് അതിലാർ ഐലൻഡ്, ഇതാണ് ഞങ്ങൾ പോകുന്ന സ്ഥലം. അതിലാർ, ഇവിടത്തേക്കാണ് കടിക്കോയ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ട് അവിടുന്ന് അതിലാർ ഐലൻഡിലേക്കാണ്. അതിലാർ ഐലൻഡ്, ഈ 3 പ്രധാനപ്പെട്ട ഐലൻഡുകളാണുള്ളത്. വലിയ കുന്നും പ്രദേശമായിട്ടിരിക്കുന്ന, ഒരുവിധം തുർക്കിയുടെ 2 ഭാഗവും നമുക്ക് ഏഷ്യൻ സൈഡും യൂറോപ്യൻ സൈഡും ഈ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത്രയും മനോഹരമായ ദൃശ്യം തന്നെയാണ്. നമ്മൾ ആ കുന്നിൻ്റെ മുകളിലേക്ക് എത്താൻ ഒരുപാട് ഞങ്ങൾ നടന്ന് കയറിയാണ് ആ കുന്നിൻ്റെ മുകളിലേക്ക് എത്തിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്രയിൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബോട്ട് വിളിച്ചിട്ടൊന്നും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബോട്ട് ട്രിപ്പ്, ഇത് ഒരു ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. തുർക്കിയിൽ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. ഈ ഐലൻഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഓരോ 20 മിനിറ്റിലും ബോട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടുന്ന് ബോട്ടിനാണ് അതിലാർ ഐലൻഡിലേക്ക് പോകുന്ന. മാൾട്ടാപ്പേ, MALTEPA, മാൾട്ടാപ്പേ, അൽദാർ അങ്ങനെ പറയുന്ന ഒരു മാൾട്ടാപ്പേ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അവിടുന്ന് അതിലാർ ഐലൻഡിലേക്കുള്ള യാത്ര. അപ്പോൾ ഞങ്ങൾ ബോട്ട് ജെട്ടിയിൽ കാത്തിരുന്നു. അവിടുന്ന് അതിലാറിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ ബോട്ട് സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ബസ് റൂട്ട് മാതിരി അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അധികവും ട്രാൻസ്പോർട്ടേഷൻ ബോട്ടാണ്. ഒരു ഐലൻഡ് മറ്റൊരു ഐലൻഡിലേക്കൊക്കെ പോകുന്നതൊക്കെ ട്രാൻസ്പോർട്ടേഷനാണ്. പിന്നെ അല്ലാതെ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പോവാം. പക്ഷെ ഞങ്ങൾ തിരഞ്ഞെടുത്തത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൂർ പാക്കേജ് ആയിട്ടല്ല ഞങ്ങൾ പോയത്. നമ്മളെ കയ്യിൽ ഒരു ഫോണും അതിന് നെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് തുർക്കി മുഴുവൻ യാത്ര ചെയ്യാൻ പറ്റും. ബസ് എത്ര മണിക്കാണ്, മെട്രോ എത്ര മണിക്കാണ്, ഏത് സൈഡിലാണ് ബസ് വന്ന് നിൽക്കുന്നത്, ഏത് നമ്പർ ബസ്സിലാണ്, ഇതൊക്കെ നമ്മൾ കാർഡ് എടുക്കുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും. അവിടെ പോയി നമ്മളൊരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഈ കാർഡ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വഴി കാർഡ് ഫില്ല് ചെയ്ത് ആ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബസ്സിനായാലും മെട്രോക്കായാലും ബോട്ടിനായാലും ഒക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അത്യാവശ്യം നമുക്ക് കയ്യിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മൊബൈലും അതിന് നെറ്റും ഉണ്ടായിരിക്കണം. ആ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ സമയം, ബസ്സിൻ്റെ സമയം, അത് ആ സമയം തന്നെ ബസ് എത്തിപ്പെടും. നമ്മൾ എത്തുന്നതിന് മുന്നേ അതിൻ്റെ റൂട്ടടക്കം നമുക്ക് കാണിക്കും. 2 മിനിറ്റ് 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അത്രയും എളുപ്പമാണ്. ഈ പാക്കേജിനേക്കാളും നല്ലത് നമുക്ക് ഇത് തന്നെയായിരിക്കും. പിന്നെ നമുക്ക് ബോട്ടിലെ കാഴ്ചകളും അതുപോലെ തന്നെ ഏതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ളതെല്ലാം നമുക്ക് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ബഹ്റൈനി ഉണ്ടായിരുന്നു. അവൻ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ പ്രിൻസസ് ഐലൻഡിൽ പോകണം, നല്ല കാഴ്ചയാണ് പോകാനും, അവിടുത്തെ കാഴ്ചകളൊക്കെ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ പോയപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് അവിടത്തേക്കുള്ള ബോട്ട്, ബസ് സർവീസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ബോട്ടിൽ അങ്ങനെ ആസ്വദിച്ചുകൊണ്ട്
നല്ല ചൂടും നല്ല ചൂടുമില്ല തണുപ്പില്ലാത്ത ഒരു കാലാവസ്ഥ. ഒരുപാട് പേര് ടൂറിസ്റ്റുകൾ തന്നെയാണ് അധികവും. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിലാർ ഐലൻഡിലേക്കുള്ള യാത്രയാണ്. ഏകദേശം വൈകുന്നേരം ആയിരിക്കുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി അങ്ങോട്ടേക്ക് പോകുമ്പോൾ. എന്തായാലും അവിടെ സമയമുണ്ട്. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ടൂറിസ്റ്റുകൾ കുറേ 8 മണിയൊക്കെ ആവും അസ്തമയമെന്ന് ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ഒരു 7 മണിക്കൊക്കെ അവിടെ ക്ലോസ് ആവുന്ന ഞങ്ങൾ നെറ്റിൽ നോക്കിയപ്പം അറിയാൻ പറ്റി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്താമെന്നുള്ള ഒരു ലക്ഷ്യമാണ്. 2-3 ബസ്സും ബോട്ടൊക്കെ ആയിട്ടാണ് മെട്രോ രാവിലെ തൊട്ടുള്ള യാത്രയാണ്. മക്കളൊക്കെ വളരെ ഹാപ്പിയാണ്, കുടുംബം ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഏതായാലും നല്ല കാറ്റുണ്ട്. അപ്പോൾ മുകളിലത്തേക്ക് വേണമെങ്കിൽ മുകളിൽ പോയി ഇരിക്കാം, കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ താഴെയും നല്ല ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് താഴെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ തുർക്കിയുടെ അക്കരയും ഇക്കരയുള്ള ഏഷ്യൻ സൈഡിലും അതുപോലെ തന്നെ യൂറോപ്യൻ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അതിലാർ ഐലൻഡിലേക്ക്, പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ്, ആ ദ്വീപിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നല്ലോ, ഈ യാത്രകളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ മക്കളും ഫാമിലിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് യാത്ര. ഒരു വർഷത്തിലൊരിക്കലെങ്കിലും എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകും. അപ്പോൾ അത് നിങ്ങളെയൊക്കെ കാണിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നു. ഞാനും ഇങ്ങനെ തന്നെ ഒരുപാട് വ്ളോഗുകളൊക്കെ ഇങ്ങനെ നോക്കും. പല ആൾക്കാരും പല കാഴ്ചകളൊക്കെ കാണിക്കുമ്പം അങ്ങനെയുള്ള ഇതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്നത്. ആ കാഴ്ചകളൊക്കെയാണ് കാണാൻ. തുർക്കിയിലെ ഒരുവിധം യാത്രകളൊക്കെ ഒരു പട്ടിക്കുഞ്ഞ് ഇതിൻ്റെ നല്ല കാഴ്ചയായിരുന്നു. അത് ഞങ്ങൾ ചിത്രീകരിച്ചാണ്. അപ്പോൾ ഞങ്ങളിവിടെ അതിലാർ ഐലൻഡിൽ എത്തിയിരിക്കുന്നു. ഇതൊരു പ്രത്യേക ലോകം തന്നെയാണ്. ഇവിടെ ബാർ റെസ്റ്റോറൻറ്റുകളും കഫ്റ്റേരിയകളും അങ്ങനെയൊക്കെ ആയിട്ട് ഇതാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിപ്പം മൾട്ടാപ്പേ എന്ന് പറയുന്ന സ്ഥലത്ത് അതിലാർ ഐലൻഡിലേക്കുള്ള റൂട്ടാണ് ഞാനവിടെ കാണിച്ചത്. അപ്പം 9 ദ്വീപുകളുണ്ട്. അപ്പോൾ ആ ദ്വീപുകളുടെ കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പം ഞാൻ വീണ്ടും തിരിച്ചു വരാമെന്ന്. അതായത് യാത്രകൾ ഒരുപാട് വ്ളോഗുകളൊക്കെ ഞാനിങ്ങനെ കാണുമായിരുന്നു. ഒരുപാട് യാത്ര ചെയ്ത ആൾക്കാരൊക്കെ തുർക്കിയിലെ കാഴ്ചകളൊക്കെ ഞാനും ഇങ്ങനെ കാണാറുണ്ട്. അതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുമെന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. യാത്ര പോകുമ്പോൾ എപ്പോഴും പാക്കേജ് ഒരുപാട് പൈസയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഓക്കെ. നമ്മളൊക്കെ ഒരു ആവറേജ് ഉള്ള ആളായതുകൊണ്ട് അത്രയും കാശ് കൊടുത്തിട്ടുള്ള ഒരു യാത്ര ഉദ്ദേശിച്ചില്ല. പിന്നെ നമുക്ക് പാക്കേജൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പക്ഷെ നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഹിസ്റ്ററിയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ പാക്കേജിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ പറ്റും. ഏതായാലും ഞങ്ങൾ ഇവിടെ എത്തി. ഈ അതിലാർ ഐലൻഡിൽ നിന്നാണ് മറ്റുള്ള ദ്വീപുകളൊക്കെ നമ്മൾ കാണാൻ പറ്റും. ഞങ്ങൾ ഈ ദ്വീപിൻ്റെ ഭാഗത്തേക്ക് എത്തി. ഞങ്ങൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞങ്ങളൊരു ബസ്സിൽ ഇറങ്ങിയപ്പം ഒരു സ്റ്റോപ്പ് മുന്നേ ആയിപ്പോയി ഇറങ്ങിയത്. നമ്മളെ ഗൂഗിൾ അമ്മാവൻ പറ്റിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിന്നീട് നോക്കുമ്പോൾ പിന്നെ ഒരു കിലോമീറ്റർ വരെ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടുന്ന് ഇങ്ങനെ നടന്നു. ഏതായാലും 7 മണിക്കല്ലേ അടയ്ക്കുക, അപ്പോൾ 6 മണി ആയിട്ടേ ഉള്ളൂ. 1 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഓക്കുമരങ്ങളാണെന്ന് തോന്നുന്നു. ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു വനമേഖല തന്നെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാനും മൂത്ത മോളും മുന്നിൽ നടക്കുന്നുണ്ട്, ഭാര്യ ഇളയ മോളും ബാക്കിൽ അവരെ ക്ഷീണിച്ചു വരിക്കുന്നു. കാരണം ഇതൊരു കുത്തനെയുള്ള കയറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അവരിങ്ങനെ ഒരു സ്റ്റോപ്പ് ഒരു കിലോമീറ്റർ മുന്നേ ഇറങ്ങിപ്പോയി. ഇറങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് നമ്മൾ വിചാരിച്ച സ്ഥലമല്ല എന്ന്. അപ്പോൾ ഞങ്ങൾ ഈ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മലയുടെ മുകളിലേക്ക് നമ്മൾ കുത്തനെയുള്ള കയറ്റാണ് കാണാം.
കുത്തനെയുള്ളൊരു കയറ്റമാണ്. ആ കയറ്റം കയറി അവിടത്തേക്ക് വാഹനങ്ങളൊന്നുമില്ല, ഇതൊക്കെ ടൂറിസ്റ്റുകൾ നടന്ന് തന്നെ കയറണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മല കയറാൻ തന്നെ ഒരു 2 കിലോമീറ്ററോളം നമ്മൾ നടക്കാനുണ്ട്. നടന്ന് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി അവിടെ നിന്നുള്ള ഒരു കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടല്ലോ, ഈ യാത്ര എന്ന് പറയുന്നത് കുറച്ചൊക്കെ ദുർഘടമൊക്കെ ആയിരിക്കും, എന്നാലും ശരി അതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുവിധം ആളുകൾക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം, നമ്മൾ കുറച്ചൊക്കെ ഒരു കഷ്ടപ്പെട്ട് എത്തിയാലും നമ്മളവിടെ എത്തുമ്പോഴുള്ളൊരു കാഴ്ച അതൊരു വളരെ ആസ്വദിക്കാവുന്ന ഒരു കാഴ്ച തന്നെയാണ്. നല്ല കാറ്റുള്ള ഒരു ദിവസം കൂടെയാണ്. എന്താ പറയുക, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ ആ കാറ്റിൻ്റെ ശക്തി കൂടുന്നത് മാത്രമല്ല തണുപ്പും നല്ല തണുപ്പായി. അപ്പോൾ ഞങ്ങൾ മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ചർച്ച് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, പക്ഷേ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അവർ 6 മണിക്ക് അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ചിലേക്ക് പോകാൻ പറ്റിയില്ല. അവിടെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവർ 6 മണിക്ക് അടയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക്. മാത്രമല്ല 7:15 മറ്റോ ആണ് ലാസ്റ്റ് ബസ്, നമ്മളെ ജെട്ടിയിലേക്കുള്ള ലാസ്റ്റ് ബസ്. അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാതൊരു മാർഗവുമില്ല, പിന്നെ നടന്ന് എത്താനുള്ള ഒരു സമയമില്ല. മാത്രമല്ല ബോട്ട് ജെട്ടിയിൽ അവസാനത്തെ ബോട്ട് എന്ന് പറഞ്ഞാൽ 9 മണിക്കാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ചെറിയൊരു സമയമുള്ളൂ. എന്തായാലും ഞങ്ങൾ ഈ ടോപ്പിൽ എത്തി. തുർക്കിയുടെ അക്കരെയുള്ള ഏഷ്യൻ സൈഡിലേക്കുള്ള കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മുകളിലത്തെ ദൃശ്യം. അവിടെയും ചില ഫുഡ് ഷോപ്പുകളും പിന്നെ അത്യാവശ്യം കാഴ്ചകളൊക്കെ ഉണ്ട്. എന്തായാലും ടോപ്പിൽ എത്തിയിട്ടുള്ള ആ ചുറ്റുവട്ടത്തുള്ള കടലിലേക്കുള്ള കാഴ്ചയിൽ മറ്റുള്ള ചെറിയ ചെറിയ ദ്വീപിലേക്കും, ഞാൻ സൂചിപ്പിച്ചല്ലോ 9ഓളം ദ്വീപുകളുണ്ട് ഇവിടെ. ആ ദ്വീപുകളൊക്കെ നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വന്ന ആ ഏഷ്യൻ സൈഡ്, യൂറോപ്യൻ സൈഡിൽ നിന്ന് ഞങ്ങൾ മെട്രോ വഴി ഇക്കരയ്ക്ക് എത്തി, ഏഷ്യൻ സൈഡിലെത്തി. ഏഷ്യൻ സൈഡിലുള്ള കരഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ പോലും ഞങ്ങൾ നിന്നില്ല. അപ്പോഴത്തേക്കും നമുക്ക് ബസ്സിൻ്റെ സമയം ഇതിലിങ്ങനെ നെറ്റിൽ നോക്കിയപ്പം ബസ് 7:15 കാണിക്കുന്നുണ്ട്. അപ്പോൾ 7:15 കഴിഞ്ഞതിന് ശേഷം പിന്നെ ബസ്സില്ല. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇനി 2 കിലോമീറ്റർ താഴോട്ട് കുത്തനെയുള്ള ഇറക്കാമെന്ന് അത് ഇറങ്ങണം. പിന്നെ കയറുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഇറങ്ങാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ചകൾ ഏഷ്യൻ സൈഡാണ് കാണുന്നത്, കടിക്കോയി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറക്കത്തിലാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു സ്ലോ മോഷൻ കൂടെ പെട്ടുപോയി. ഇടയ്ക്കുണ്ടല്ലോ നമ്മൾ ഒരു സ്ലോ മോഷൻ എടുക്കൽ, അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കയറിയ സമയത്ത് അതും കൂടി ഇതിൽ പെട്ടുപോയി. എന്തായാലും ഞങ്ങൾ തിരിച്ച് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം സന്ധ്യ എന്നൊക്കെ പറയുന്നുള്ള ഒരു സന്ധ്യാസമയത്തിൻ്റെ ഒരു കാഴ്ചകളൊക്കെയാണ്. അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. ആ വൈകുന്നേരത്തെ പക്ഷികളൊക്കെ കൂടണയേണ്ട സമയം, ഒരു ശാന്തത, വൈകിട്ടത്തെ ബോട്ടുകളുടെ എരപ്പ് മാത്രമാണ് നമുക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ, മറ്റുള്ള ദ്വീപുകളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഇനിയിപ്പം ഇതേമാതിരി തന്നെ പോയി അവിടുന്ന് ബസ്സിന് വീണ്ടും മാൾട്ടാപ്പ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് അവിടുന്ന് പിന്നീട് ഞങ്ങൾക്ക് മെട്രോയ്ക്ക് തന്നെ പോകണം. മെട്രോയ്ക്ക് തിരിച്ച് ഈ പറയുന്ന സിർക്കോസിയിൽ എമിനോനൂരെത്തണം. എമിനോനിൽ നിന്ന് സിർക്കോസിയിലേക്കും, സിർക്കോസിയിൽ നിന്ന് പിന്നെ ബയാസിത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കും. ഏതായാലും ഇന്നത്തെ യാത്ര ഈ ഒരു ബോട്ട് യാത്ര കൊണ്ട് തന്നെ, കാരണം എന്തായാലും നമുക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ എന്തായാലും ലേറ്റായിട്ടായാലും കൊണ്ടുവരിക. കാരണം രാത്രി ഒരുപാട് വൈകുമല്ലോ. യാത്രയൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് കിടന്ന് ഉറങ്ങും. ഒരു 9-9:30 മണിക്കൊക്കെ എല്ലാം പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് ഇറങ്ങുമ്പോഴും ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മാറിയിട്ടുള്ള ബസ്സും മെട്രോയും ബോട്ടും എല്ലാമായി സമയം ഒരുപാട് അങ്ങ് പോവും.
പക്ഷേ എന്നാലും അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളെ യാത്രകളിൽ നമ്മളെ അനുഭവങ്ങൾ ഇതൊക്കെ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഇതായിരിക്കും. ചില സമയത്തൊക്കെ നമ്മൾ ടയേർഡാകുമ്പോൾ പെട്ടെന്ന് റൂമിലെത്തിയാൽ മതി എന്ന് തോന്നുമെങ്കിൽ പോലും നമ്മൾ ഈ കാഴ്ച വീണ്ടും ഈ വീഡിയോയിലൊക്കെ എടുത്ത് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. യാത്ര ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ ഈ വീഡിയോ കണ്ടപ്പം ഞാൻ അവിടുത്തെ ആ ഓർമ്മകൾ ഞാനിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയ കാഴ്ചകളും മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ആ സമയം ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം നമ്മൾ മെയിൻലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മെയിൻലാൻഡിലെത്തി ഇനി ഇവിടുന്ന് ബസ്സിന് പോകണം. ബസ്സിന് പോയിട്ട് പിന്നീട് മെട്രോയ്ക്ക് ഞങ്ങൾ അങ്ങനെ മെയിൻലാൻഡിലെത്തി അവിടുന്ന് ബസ്സിന് കയറി അവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ യെമിനോനു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഈ മെട്രോയിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ അതേ കാർഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അവിടുന്ന് സിർക്കോസിയിൽ നിന്ന് ട്രാമിന് നമുക്ക് തിരിച്ച് പിന്നെ വയാസിത്ത് എന്ന സ്ഥലത്തേക്ക്. അപ്പം ഞങ്ങൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ ആ ഒരു ഇതൊക്കെ മാറി. ഇപ്പം 8 മണിയാണ്, 7:45 8 മണി അങ്ങനെ ആയി ഏകദേശം. അപ്പം വീട്ടിലേക്ക് ഇനി നേരെ നമ്മൾ റൂമിലേക്ക് തന്നെ ആണ് പോകുന്നത്. അവിടെ എത്തിയതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളവിടെ റൂമിലെത്തി ഏകദേശം സ്ഥലത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഈ സർക്കിളിലെ ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ വിളിക്കുന്നത് ഞാൻ മാറി ഇതാണ് മെട്രോയിലേക്ക് പോയതാണ്. ആദ്യം ഞങ്ങൾ അവിടെ ബസ്സിന് പോയി പിന്നെ മെട്രോയിലേക്ക് വന്നു ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തി. തോന്നുന്നു അവിടെ ചെറിയൊരു എഡിറ്റിങ്ങിൻ്റെ ദിവസം വന്നു. എപ്പോഴാണ് ഞങ്ങൾ മെട്രോയിൽ എത്തി അവിടെ നിന്ന് യെമിനോനിലേക്ക് യെമിനോനിന്നാണ് ഈ പറയുന്ന ബയാസിത്തിലേക്ക് പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു മെട്രോ സ്റ്റേഷൻ തന്നെയാണ്. അവിടെ നടക്കാൻ ഞങ്ങൾ ഏറ്റവും താഴ്ന്ന് മുകളിലേക്ക് ലിഫ്റ്റിന് കയറി അവിടെ നിന്ന് നടന്നിട്ട് വേണമെങ്കിൽ പുറത്തിറങ്ങി ഞങ്ങളിപ്പം അത് കഴിഞ്ഞ് ട്രാമിന് പോയിക്കൊണ്ടിരിക്കുന്നു. ട്രാമിന് പോയിട്ടാണ് അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾക്ക്